അതേസമയം പുതുക്കിയ H1B വിസ ഫീസ് പ്രാബല്യത്തിൽ വന്നു. നിലവിലെ വിസ ഉടമകൾക്ക് പുതിയ നിരക്ക് ബാധകമല്ല. ടെക് കമ്പനികൾ വിസ ദുരുപയോഗം ചെയ്തത് മൂലമാണ് ഫീസ് ഉയർത്തിയത് എന്ന ന്യായീകരണമാണ് വൈറ്റ് ഹൗസ് ഇപ്പോൾ മുന്നോട്ട് വയ്ക്കുന്നത്. H1B വിസയ്ക്ക് അമേരിക്ക ഏർപ്പെടുത്തിയ പുതുക്കിയ നിരക്ക് പ്രാബല്യത്തിലായി. പുതിയ വിസ അപേക്ഷകൾക്കാണ് ഫീസ് വർധന ബാധകമാവുക. ഈ വിഭാഗത്തിൽ നിലവിൽ വിസ കയ്യിലുള്ളവരുടെ യാത്രകളെ തീരുമാനം ബാധിക്കില്ലെന്ന് അമേരിക്കൻ പൗരത്വ കുടിയേറ്റ വകുപ്പ് അറിയിച്ചിരുന്നു. 2023 നൽകിയ H1B വിസകളിൽ 72% ഇന്ത്യക്കാർക്കാണ് ലഭിച്ചത്. അതുകൊണ്ട് തന്നെ അമേരിക്കയിൽ തൊഴിൽ തേടുന്ന ഇന്ത്യക്കാർക്ക് തീരുമാനം തിരിച്ചടിയാകും. നിരക്ക് വർധന പ്രാബല്യത്തിലായതോടെ കാനഡയിലോ മെക്സിക്കോയിലോ പുതിയ ജീവനക്കാരെ നിയമിക്കാൻ കമ്പനികൾ ശ്രമിച്ചേക്കുമെന്നാണ് റിപ്പോർട്ടുകൾ. അതേസമയം വിസ ഫീസ് ഉയർത്തിയതിൽ വിശദീകരണവുമായി വൈറ്റ് ഹൌസും രംഗത്തെത്തി. H1B വിസകൾ ടെക് കമ്പനികൾ ദുരുപയോഗം ചെയ്തതിന്റെ കണക്കുകൾ ഉദ്ധരിച്ചാണ് വൈറ്റ് ഹൌസിന്റെ ന്യായീകരണം. അമേരിക്കൻ ടെക്കുകളുടെ തൊഴിൽ നഷ്ടത്തിന് പ്രധാന കാരണം H1B വിസകളാണെന്ന് പറയുന്നു. അമേരിക്കക്കാരെ കൂട്ടത്തോടെ പിരിച്ചുവിട്ട് കുറഞ്ഞ വേതനത്തിൽ വിദേശികളെ നിയമിക്കുന്നുവെന്നാണ് ആരോപണം. 5189 H1B വിസകൾ ലഭിച്ച കമ്പനി അതിനുശേഷം 16,000 അമേരിക്കക്കാരെ പിരിച്ചുവിട്ടെന്ന് വൈറ്റ് ഹൌസിന്റെ പ്രസ്താവനയിൽ പറയുന്നു. വിദേശികളുടെ നിയമനം മൂലം 40,000 അമേരിക്കൻ ടെക്കുകൾക്ക് ജോലിയില്ലാതായെന്നും വസ്തുതാപത്രത്തിലുണ്ട്. അമേരിക്കൻ കമ്പ്യൂട്ടർ സയൻസ് ബിരുദധാരികൾക്കിടയിൽ 6.1%, കമ്പ്യൂട്ടർ എഞ്ചിനീയറിംഗ് ബിരുദധാരികൾക്കിടയിൽ 7.5% തൊഴിലില്ലായ്മ ഉയർന്നെന്ന കണക്കുകളും പങ്കുവയ്ക്കുന്നുണ്ട് വൈറ്റ് ഹൌസ്. ബിസിനസ് ഡെസ്ക് 24. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.